ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചായ് വിത്ത് ഗെയിമേഴ്സ്. അപ്പൊ നമ്മൾ ചായ് വിത്ത് ഗെയിമേഴ്സിന്റെ പുതിയ ഒരു എപ്പിസോഡായിട്ട് വന്നേക്കാണ്. ആൻഡ് നമുക്ക് ഈ ആഴ്ചയിലത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം എസ് ഗെയിമിംഗ് ടെക് എന്നറിയപ്പെടുന്ന ചാനലിന്റെ ഉടമയാണുള്ളത്. അപ്പോ ബ്രോ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ എല്ലാവർക്കും ഒന്ന് ഒരു മനസ്സിലാവും. ഓക്കെ. ഹായ് ഗയ്സ്. അപ്പൊ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമായിരിക്കും. കുറച്ച് കുറച്ചു പേർക്ക് പേർക്കെന്നല്ല, കുറെ പേർക്ക് അറിയാമായിരിക്കും. കാരണം എന്റെ ഈ ഒരു ഫേസൊക്കെ വെച്ചിട്ട് ഫേസ് ക്യാമൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പൊ ഒരു 1 ഇയർ ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പൊക്കെ ഫേസ് ക്യാമൊക്കെ ഇല്ലാത്ത കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എന്റെ ചാനലിൽ ചെയ്തുകൊണ്ടിരുന്നത്. എഎസ് ഗെയിമിംഗ് ആൻഡ് ടെക് എന്നുള്ളൊരു ചാനലാണ് എനിക്കുള്ളത്. ഒരു സെക്കൻഡ് ചാനലും ഉണ്ട്, എഎസ് ലെജൻഡറി ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൽ ഞാൻ ഇതുവരേക്കും എന്റെ ഈ ഒരു ഫേസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. അതിൽ ഇതുവരെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. അതില് വേറെ കുറച്ച് ഗെയിംസിന്റെ വീഡിയോസൊക്കെ ഇടുന്നത്. GTA 5ന്റെ ഏറ്റവും കൂടുതൽ GTA 5ന്റെ വീഡിയോസ് കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ഇതിനെപ്പറ്റി. അതെ. അപ്പം യെസ്, ബ്രോയിന്റെ ശരിക്കുള്ള പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് അസീം എന്നാണ്. പലർക്കും എന്റെ വീഡിയോ കാണുന്ന പലർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേരറിയത്തില്ല. ഒരുപാട് പേരറിയത്തി പേര് എന്നെ ചോദിക്കുന്നുണ്ട് എന്റെ പേരെന്താണ്? പക്ഷെ എന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് എന്റെ പേര് കറക്റ്റായിട്ട് അറിയാം. എന്റെ പേര് അസീം എന്നാണ്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ അങ്ങ് കടക്കാം. ഓരോന്നായിട്ടൊക്കെ ചോദിച്ച് കിടക്കാം. അപ്പം ഈ എഎസ് ഗെയിമിംഗ് ടെക് എന്ന് പേര് വരാൻ കാരണം? എഎസ് ഗെയിമിംഗ് ടെക് എന്ന് പേര് വരാൻ കാരണം അങ്ങനെ ഒരു ഐഡിയ പോലെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിട്ടുള്ള ഒരു പേരൊന്നും അല്ല ഞാനാണെങ്കി. എനിക്കൊരു സത്യം പറഞ്ഞാ ഒരു ചാനൽ തുടങ്ങണമെന്നുണ്ട്. ആദ്യം എന്റെ ഗെയിമിംഗ് ചാനലിന്റെ പേര് ഇതല്ലായിരുന്നു. വേറെ എന്തോ ഒരു പേരാ. സത്യം പറഞ്ഞാ ആ ഒരു പേര് തന്നെ എനിക്ക് ഓർമ്മയില്ല. വേറെ ഏതോ ഒരു പേരൊക്കെ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെന്ന് ഞാനത് ഷോർട്ട് ആക്കണമെന്ന് വിചാരിച്ചു. അതായത് ഞാനൊരു വലിയൊരു പേരാണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടിരുന്നത്. അതിന്റെ കറക്റ്റ് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു എന്റെ പേരാണെന്ന് തോന്നുന്നു. അസീം പൂവച്ചലെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ എന്റെ ചാനലിൽ പേരിട്ടിരുന്നത്. അപ്പോ എനിക്കതൊന്ന് ഷോർട്ട് ആക്കണമെന്ന് തോന്നി. അപ്പൊ എന്റെ ആ ഒരു പേരിന്റെ തന്നെ എയും എസ്സും എടുത്തിട്ട് ഞാൻ എഎസ് ഗെയിമിംഗ് എന്നങ്ങ് ഇട്ടു. പക്ഷേ എഎസ് ഗെയിമിംഗ് എന്ന് ഇട്ട സമയത്ത് ഈയൊരു പേരില് വേറെ കുറച്ച് ഇംഗ്ലീഷ് ചാനലൊക്കെ ഉള്ളതായിട്ട് ഞാൻ കണ്ടായിരുന്നു. ഓഹ്! അപ്പൊ എന്നാ പിന്നെ അതിന്റെ കൂടെ ഒരു ടെക്കും കൂടെ ചേർത്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആൻഡ് ടെക്കും കൂടെ ചേർത്തിട്ട് എഎസ് ഗെയിമിംഗ് ആൻഡ് ടെക് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് അങ്ങനെ ഇല്ല അല്ലേ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ചെറിയ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇട്ടിട്ടുണ്ട്. സമയത്താണ് ഞാന് അസീം പൂവച്ചൽ എന്നുള്ള എന്റെ ആ ഒരു പേരാണെന്ന് തോന്നുന്നു ഞാൻ ചാനലിൽ ഇട്ടിരുന്നത്. ആ. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു അപ്പഴും ഞാൻ ടെക്കും കൂടെ ചേർത്താന്ന് തോന്നുന്നു. പക്ഷെ ആ വീഡിയോസൊന്നും ഇപ്പൊ എന്റെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഞാൻ എല്ലാം മൊത്തത്തിൽ ആ ഒരു വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ഫുൾ കോമഡി ആയിരുന്നു. ആ ഒരു വീഡിയോസൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു. അത് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷനൊക്കെ പരിചയപ്പെടുത്തുന്ന അങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെ ഇല്ലേ? ഒരു പണ്ടത്തെ ടൈപ്പ് വീഡിയോസൊക്കെ. ഉവ്വ മനസ്സിലായി. അതൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അതിപ്പോ ആ വീഡിയോസ് ഇണ്ടായിരുന്നെങ്കില് അത് പിള്ളേര് കുത്തിപ്പൊക്കി കൊണ്ടന്നേനെ. സത്യം. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ച് ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു അതില് വീഡിയോസൊക്കെ കിടക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഇടയ്ക്ക് 2, 3 കമന്റുകൾ ഇങ്ങനെ കുറെ നാൾ മുമ്പ് എനിക്ക് റീസെന്റ് ആയിട്ട് വന്നായിരുന്നു. അതില് ആ ഒരു വീഡിയോയ്ക്ക് താഴെ. അപ്പഴാ ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എന്റെ ചാനലിൽ വീണ്ടും കിടപ്പുണ്ടല്ലേ എന്ന്. ഞാൻ തപ്പിയിരുന്ന് ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ഏകദേശം 1500 വീഡിയോയ്ക്ക് പുറത്ത് ഞാൻ ടോട്ടലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം താഴേക്ക് പോയി മൊത്തത്തില് ഞാൻ അടിയിൽ ചെന്നിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പം ഇപ്പൊ നമുക്ക് ബ്രോയിന്റെ ചാനലില് അതായത് പ്രൈമറി ചാനൽ 655K സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുന്നു. ആൻഡ് ഞാൻ ചാനലിൽ കൂടെ ഒരു റഫായിട്ട് പോയി കഴിഞ്ഞപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോ ട്രക്കീന്ന് തുടങ്ങി GTA-യിൽ അവസാനിക്കുന്ന ആ ഒരു ഒരു യാത്രയായിരുന്നു അല്ലേ? ഇപ്പൊ കറന്റ്ലി അതെ, യാത്ര അതെ, അതെ, അതെ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അതെ, അതെ. അത് അപ്പോ സത്യം. ആ. എങ്ങനെയാണ് ആ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു 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 മോട്ടിവേഷൻ എങ്ങനെയായിരുന്നു? എന്താണ് അതിന്റെ പിന്നിലൊരു സ്റ്റോറി? അല്ല എങ്കില് എന്തുകൊണ്ട് GTA, എന്തുകൊണ്ട് യൂറോ ട്രക്ക് എന്നൊക്കെ അറിഞ്ഞാ കൊള്ളാം. സത്യം പറഞ്ഞു കഴിഞ്ഞാ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ ടെക് റിലേറ്റഡ് വീഡിയോസ് ആയിരുന്നു ഞാൻ ഇട്ടോണ്ട്. അത് ഞാനൊരു 2, 3 വീഡിയോസൊക്കെ ഞാനിട്ട് 4, 5 വീഡിയോസോ എന്തോ ഇട്ടിട്ടുള്ളായിരുന്നു. അത് അങ്ങനെ അങ്ങ് പോയി. അത് പിന്നെ ഞാൻ അങ്ങോട്ട് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ ചാനൽ കുറേ നാൾ ഞാൻ അങ്ങനെ വെറുതെ ഇട്ടിരുന്നു.
പിന്നെ പിന്നെയാണ് ഞാന് ഒരു പിസിയിലോട്ട് വരുന്നത്. പിസിയിലോട്ട് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഗെയിം യൂറോ ട്രക്ക് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഒരു ഗെയിം ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് യൂറോ ട്രക്ക് സിമുലേറ്റർ. ഒരു സിമുലേഷൻ ഗെയിം. കാരണം അതില് നമ്മുടെ ഈ ഒരു നാട്ടിലെ ഈ ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്കിന്നൊക്കെ അടിച്ചിട്ട് സെറ്റായിട്ട് നമുക്ക് ഓടിച്ച് അതൊരു കളിക്കാൻ പറ്റും. പ്രത്യേക വൈബ് തന്നെയാണ്. അതൊരു പ്രത്യേക ഒരു വൈബാണ്. ആ ഒരു സമയത്തൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് ഭയങ്കര ഒരു ഒരു ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നൊരു ഇതായിരുന്നു ആ ഒരു സമയത്ത്. ഈ ഒരു ഗെയിം എങ്ങനേലും കളിക്കണം എന്നുള്ള രീതിയില് ഏഹ് ഞാൻ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങിയപ്പോ കുറച്ച് വണ്ടികളുടെ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഗെയിമിൽ ചെയ്യാൻ തുടങ്ങി. അപ്പഴ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്നാ പിന്നെ ഇതിന്റെ കുറച്ച് വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ കൊള്ളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അന്ന് ഞാൻ കുറെ ആൾക്കാരും കാണുമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതൊന്നുമല്ല. എനിക്ക് തന്നെ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് കാണാമല്ലോ എന്നുള്ള രീതിയിൽ ഞാന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഇട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ആ ഒരു വീഡിയോസൊക്കെ ഏകദേശം ഒരു കുറച്ച് റീച്ചൊക്കെ ആയി ഇങ്ങനെ വന്നായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ വിചാരിച്ചു എന്നാ പിന്നെ GTA 5 പോയാലോ? അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ GTA 5ന്റെ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് അതീന്ന് ഇൻസ്പയർ ആയിട്ട് GTA 5ന്റെ വീഡിയോസ് ചെയ്താലോ എന്ന് ഇങ്ങനൊരു ഒരു ഐഡിയ വന്നു. അങ്ങനെ പിന്നെ ഞാൻ GTA 5 വന്നു. പിന്നെ GTA 5 വന്നതിന് ശേഷം പിന്നെ തിരിച്ച് ഹീറോ ട്രക്കിലേക്ക് പോവാൻ തോന്നിയില്ല. കാരണം നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ. ഉം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയത്. അതില് ഹീറോ ട്രക്കിന്റെയും അതുപോലെ തന്നെ വേറെ ഗെയിംസിന്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ. സെക്കൻഡ് ചാനലിന്റെ പേരെന്തായിരുന്നു? എഎസ് ലെജൻഡറി ഗെയിമിംഗ് എന്നാണ്. എഎസ് പക്ഷെ ലെജൻഡ്. ഞാനിപ്പോ അതില് വലിയൊരു ആക്റ്റീവായിട്ട് നിക്കുന്നില്ല. കാരണം 2 ചാനലും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടിട്ട് ഞാനിപ്പോ അതങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിലപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്? അതില് അതിലിപ്പോ ഏകദേശം ഒരു 35K അടുപ്പിച്ച് ഓ! സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ, ഓക്കെ. ഓക്കെ. അപ്പം ഓക്കെ. ഈ ഇടയ്ക്കാണ് ലൈക്ക് പിസി ആ ഒരു ഫീൽഡിലേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പൊ ബ്രോയിന്റെ പിസി സ്പെസിഫിക്കേഷൻ എന്താന്ന് അറിഞ്ഞാ കൊള്ളാം. പിസി സ്പെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ പണ്ടൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് വളരെ ചെറിയൊരു പിസി തുടങ്ങിയിട്ട് ഇപ്പൊ വലിയൊരു പിസി ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഒരു റൈസൻ 5500യുടെ ഒരു പ്രൊസസ്സറും ഉം. അതുപോലെ ഒരു 4060യുടെ ഒരു കാർഡും ആ! ഒരു ഇതാണോ ചെറിയ 35 പിസി എന്ന് പറയണേ? പ്രോസസ്സർ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുതാണ് ആ, സത്യം പറഞ്ഞാൽ. പ്രോസസ്സർ പിന്നെ ഒരു 32 ജിബിയുടെ ഒരു റാമും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം റീസെന്റ്ലി ഞാനൊരു ക്യാബിനറ്റും അതുപോലെ തന്നെ ഒരു ലിക്വിഡ് കൂളറൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പിസി ഞാൻ സെറ്റ് ചെയ്ത് എടുത്തായിരുന്നു. അപ്പൊ ഓക്കെ. അതിന്റെ ഒരു നമ്മള് തന്നെ സ്വയമായിട്ട് ബിൽഡ് ചെയ്ത് സെറ്റ് ആ ചെയ്തതാണോ? അത് പണ്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം നമ്മള് ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിഞ്ഞുകൂടാതെ നമ്മൾ അതില് പണിഞ്ഞു കഴിഞ്ഞാല് കാർഡ് തന്നെ അടിച്ചു പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ അതിലോട്ട് അങ്ങനെ വലുതായിട്ട് പണിയാറില്ല ഇപ്പൊ. ഇപ്പൊ ആഹാ. മൊത്തത്തില് ഞാന് ഷോപ്പ് കൊടുത്തൊക്കെയാ ചെയ്യുന്നത്. ഇപ്പൊ ഓ! ഞാനൊരു പിസി ബിൽഡ് പോലെ ഞാൻ ചെറിയൊരു സെറ്റപ്പ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ ഒരു റിവീൽ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഇൻസ്റ്റയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ അതിന്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇടണം. ഓക്കെ. അപ്പൊ എക്സ്ക്ലൂസീവ് ഒരു സാധനം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെ. ഒരു ചെറിയൊരു സാധനം. ഓക്കെ. ഈ പിസി ബിൽഡിന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പിസി ബിൽഡിന്റെ പിന്നിൽ എന്തെങ്കിലും സ്റ്റോറീസ് അല്ലെങ്കില് ഇപ്പം ഞാൻ നമുക്ക് എന്തെങ്കിലും റിവെഞ്ച് കംപ്ലീറ്റഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്, ഈ പറഞ്ഞ പോലെ ഞാന് നേരത്തെ പറഞ്ഞില്ലേ, ഹീറോ ട്രക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു ഗെയിം. അപ്പൊ ആ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു പിസി മേടിക്കുന്നത് തന്നെ. ഹും, ഹും. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ പിസിക്കകത്ത് ഗ്രാഫിക്സ് കാർഡ് വെക്കണമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെയാണ് ഞാൻ ആദ്യം ഒരു പിസി തന്നെ മേടിക്കുന്നത്. ഈ പിസി മേടിച്ചോണ്ടന്ന് വെച്ച് ഏകദേശം ഒരു എത്രയാ ഒരു 8Kയോ 9Kയോ എന്തോ കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ ഫുള്ള് ഒരു ഉം. മോണിറ്റർ, കീബോർഡ് എല്ലാം ഉൾപ്പെടെയുള്ള ഒരു പിസി. അപ്പൊ തന്നെ ഇപ്പൊ പിസിയുടെ സ്പെക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ ഒരു മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാധനം മേടിച്ചോണ്ട് വന്ന് വെച്ചിട്ട് ഞാൻ ഹീറോ ട്രക്ക് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് അത് കളിക്കാൻ പറ്റുന്നില്ല. എനിക്കങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ യൂട്യൂബിലൊക്കെ കേറി ഞാൻ ഒരുപാട് നോക്കി ഇത് എന്താണെന്ന്. പക്ഷേ എനിക്ക് അതിന്റെ ഒരു കറക്റ്റ് വീഡിയോ കിട്ടുന്നില്ല. കാരണം വീഡിയോയിൽ കാണിക്കുന്ന അവരെന്ന് പറഞ്ഞ് എററും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഫിക്സ് ചെയ്യുന്നതെന്നാ കാണിക്കുന്നേ. സംഭവം എന്റെയിൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ല. അതുകൊണ്ടിട്ടാണ് ഇത് വർക്കാവാത്തത്. അപ്പൊ എനിക്കറിയില്ല. എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഒരു ഹീറോ ട്രക്കിന്റെ ഒരു മോഡൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയുണ്ട് യൂട്യൂബിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ
പുള്ളി ഭയങ്കര ഒരു ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചപ്പോൾ തന്നെ പുള്ളി എനിക്ക് വാട്സപ്പ് നമ്പരൊക്കെ തന്നു. അങ്ങനെ ഞാൻ പുള്ളിയെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. പുള്ളിയാണ് എനിക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എനിക്ക് ഫുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് പുള്ളിയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഗ്രാഫിക്സ് കാർഡ് വേണം ഈ ഒരു ഗെയിം കളിക്കണമെങ്കിൽ. അങ്ങനെ ചെറിയൊരു ഗ്രാഫിക്സ് കാർഡൊക്കെ മേടിച്ച് വെച്ച് ഗെയിം സെറ്റായി. ആ ഒരു സമയത്തുള്ള ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു ഒരു ഫസ്റ്റ് ടൈം സാറ്റിസ്ഫാക്ഷൻ. ആ ഫസ്റ്റ് ടൈം ആ ഒരു ഗെയിം നമ്മൾ ഹീറോ ട്രക്കിൻ്റെ ആ ഒരു ഗെയിം ഞാൻ കളിച്ച് അതിലൊരു കേരള മോഡ് ഇട്ട് കളിച്ചപ്പോൾ കിട്ടിയ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര വലുതായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അത്. അങ്ങനെ അതിൽ നിന്ന് തുടങ്ങിയതാ. അതിൽ നിന്ന് തുടങ്ങി പിന്നീട് കുറച്ചും കൂടെ ഗ്രാഫിക്സ് വേണമെന്ന് തോന്നി. ഗെയിമിനകത്ത് കുറച്ചുകൂടെ ഗ്രാഫിക്സ് വേണമെന്ന് തോന്നി. കുറച്ചും കൂടി എന്താ പറയുക കഷ്ടപ്പെട്ടു പണിയെടുത്ത് കിട്ടിയ ക്യാഷ് കൊണ്ടിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ PC അപ്ഗ്രേഡ് ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനൊരു 6, 7 പ്രാവശ്യമൊക്കെ PC ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്താണ് ഈ ഒരു ലെവലിലേക്ക് ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചത്. സത്യം പറഞ്ഞാൽ ഞാന് ആദ്യം ഒരു PC എടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻ്റെ ബന്ധുക്കൾ തന്നെ എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ജ്യേഷ്ഠന്മാര് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. "നിനക്കെന്തുവാടാ വട്ടാണോ?" എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്തരം PC ഇപ്പൊ ഒക്കെ മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇത്ര പൈസയൊക്കെ ചെലവാക്കി കഴിയുമ്പോ ഒബ്വിയസ്ലി ആ വീട്ടിന്ന് ചോദിക്കുമല്ലോ. ചോദിക്കും. പക്ഷെ എൻ്റെ ഉമ്മയും ഇപ്പയും എന്തായാലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ജ്യേഷ്ഠന്മാര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉമ്മ ഇപ്പയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും. ഉം, ഉം, ഉം. പക്ഷെ എൻ്റെ ജ്യേഷ്ഠന്മാര്, ബന്ധുക്കൾ അങ്ങനെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നിനക്കെന്താ പ്രാന്താണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിനക്ക് ഇതൊക്കെ മേടിച്ച് വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ എന്തിനാണ്? നിനക്കെന്തിനാണ് ഇതൊക്കെ? PC എന്തിനാണ് നിനക്ക്? എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ നിന്നൊക്കെ ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടപ്പോൾ എന്താ പറയാ ഒരു ഹാപ്പിനെസ് ഉണ്ട്. നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട് എനിക്ക്. അതെ, അതെ, ഒരു അതെ. അച്ചീവ്മെന്റ്. അപ്പൊ ബ്രോ ഫുൾ ടൈം യൂട്യൂബർ ആണോ അതോ ജോബ്? അല്ല ഫുൾ ടൈം യൂട്യൂബർ അല്ല ഞാന്. ഞാനല്ലാതെ ജോബ് ചെയ്യുന്നുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിപ്പോ ജ്യേഷ്ഠൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടെ ഞാനും കൂടെ പോയി നിന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഇടയ്ക്കൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ രാത്രി വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ. ഓക്കെ, 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 ഓക്കെ. അപ്പം ബ്രോ ഇപ്പൊ നമ്മള് ഗെയിമിംഗ് സെക്ടറിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നമുക്കിപ്പം ഈ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റീനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? ലൈക്ക് ഒരു വ്യൂ എന്താണ് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റീനെ കുറിച്ചിട്ടുള്ളത്? സത്യം പറഞ്ഞാ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോ, ആഹ്, ഈ ഒരു നമ്മുടെ ഒരു കുറച്ച് ഒരു പയ്യന്മാര് ആ ഒരു സെറ്റ് അവർക്ക് മാത്രമേ അതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണയുള്ളൂ. കാരണം ബാക്കിയുള്ളവർക്ക് അതിനെ പറ്റിയിട്ട് വലിയൊരു ഇതൊന്നും കാണത്തൊന്നുമില്ല. അവര് നോക്കുമ്പോ എന്താ ഇവന്മാരെന്താ ചുമ്മാ ഗെയിമും കളിച്ച് നടക്കുന്നു. ഇവന്മാർക്ക് അതീന്ന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റാണ് ബാക്കിയുള്ളവർക്ക്. അത് വെച്ച് നോക്കുമ്പോ ഞാൻ ഈ ഒരു എന്താ പറയാ ഈ യൂട്യൂബിലൊക്കെ കേറിയിട്ട് ഇപ്പൊ GTA 5 അല്ലെങ്കിൽ PUBGന്നോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറെ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കാണാറുണ്ട്. ഉം. അപ്പൊ ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു വ്യൂ കൗണ്ട് നോക്കി നമ്മുടെ ഒരു നമ്മുടെ ഒരു മലയാളം വീഡിയോസിന്റെ ഒരു വ്യൂ കൗണ്ടും എടുത്ത് വെച്ച് നോക്കുമ്പോ തന്നെ അതിന്റെ ഒരു ഡിഫറന്റ് മനസ്സിലാവും. മനസ്സിലാവും. ശരിയാണ്. കാരണം അവർക്ക് മില്യൺ കണക്കിന് വ്യൂസാണ്. അവർക്ക് ഇപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് തന്നെയൊക്കെ മില്യൺ കണക്കിന് വ്യൂസൊക്കെ കേറുന്ന കുറെ യൂട്യൂബേഴ്സുണ്ട്. ഈ ഒരു അതെ. കേരളത്തിലല്ല പുറത്ത്. പക്ഷെ നമ്മൾ ഈ ഒരു കേരളത്തിനകത്ത് ഒരു ഗെയിമിംഗ് വീഡിയോ ഇട്ട് കഴിഞ്ഞാല് മാക്സിമം ഒരു 2 ദിവസം കൊണ്ട് എത്ര വ്യൂ കേറും? കൂടി ഊഹിച്ച് വന്നൊരു 10K നോക്കിക്കഴിഞ്ഞാൽ ആ മാക്സിമം. ഒരു ഒരു 10K അല്ലെങ്കിൽ ഒരു 1,000,000 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ ആണെങ്കിൽ അവർക്ക് മാക്സിമം കൂടിപ്പോയ ഒരു 2 ദിവസം കൊണ്ട് ഒരു 40K അത്രയൊക്കെ കേറത്തുള്ളൂ. കേറത്തുള്ളൂ. അത്രേ കേറത്തുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് മറ്റവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ 4 മില്യൺ വരെ കേറുന്ന വ്യൂസ് ഉണ്ട്. അതെ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ആവേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ. കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആയിട്ട് പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ബ്രോയുടെ GTA 5 വീഡിയോസ് നോക്കിയപ്പം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാ, മാക്സിമം നമ്മളുടെ വീഡിയോസ് വന്നേക്കുന്നത് ഷിൻചാൻ അല്ലെങ്കില് ഡോറെമോൻ അല്ലെങ്കില് അങ്ങനെ ലൈക്ക് പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അതില് വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു ഐഡിയ എങ്ങനെ ആ ഒരു ആശയത്തിലേക്ക് എങ്ങനെ എത്തി? എന്തുകൊണ്ട് ഷിൻചാൻ? എന്തുകൊണ്ട് ഡോറെമോൻ? നമ്മള് സാധാരണ ഫ്രാങ്ക്ലിൻ മോഡ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മൈക്കിൾ മോഡ് കൊണ്ടുവരുന്നു ഉള്ളൊരു കൺസെപ്റ്റീന്ന് എന്തുകൊണ്ട് ഒരു ഷിൻചാൻ അല്ലെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഇപ്പൊ ഓഗി വന്നിട്ടുണ്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സിലേക്ക് കൊണ്ടുവന്നു? അത് സത്യം പറഞ്ഞാ
ഞാന് ആദ്യം GTA 5ന്റെ വീഡിയോസ് ഹീറോ ട്രക്കീന്ന് GTA 5ന്റെ വീഡിയോസിലോട്ട് വന്നപ്പോ വെബ് സീരീസ് ആയിരുന്നു ചെയ്തത്. ഓക്കെ. ഫ്രാങ്ക്ലിൻ്റെ ഒരു വെബ് സീരീസ്. ഉം. നമ്മൾ സാധാരണ ഒരു വെബ് സീരീസ് ചെയ്യുന്നത് പോലെ തന്നെ ഗെയിമിനകത്തൊരു വെബ് സീരീസ്. ഉം. പക്ഷേ ഇപ്പൊ അത് ചെയ്യുന്നില്ല. ഇപ്പൊ കാരണം അത് അങ്ങനെ ക്ലിക്കാകത്തില്ല ഇപ്പൊ അത്. ഉം. ആഹ്, ആ ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സത്യം കുറച്ച് വ്യൂസ് ഡൗൺ ആയിരുന്നു. കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നുള്ളൂ. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയ സമയത്ത് അതിലിങ്ങനെ ഒരു ഷിൻചാൻ്റെ ഒരു മോഡ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാർട്ടൂൺ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഷിൻചാൻ, പിൻചാൻ, ഡോറേമോൻ ഇവരൊക്കെ ഏത് സീരീസിലുള്ളതാണെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്കതൊന്നും അറിയത്തില്ല. ഞാന് ഇങ്ങനെ യൂട്യൂബിൽ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ഇങ്ങനെ ഒരു ഇത് കണ്ടായിരുന്നു. അത് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇംഗ്ലീഷ് വീഡിയോ, ഹിന്ദി വീഡിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതിലാണ് ഞാൻ ആദ്യം ഒരു ഷിൻചാൻ്റെ ഒരു പെറ്റ് മോഡിന്റെ ഒരു ഇത് കാണുന്നത്. ഉം. അത് കണ്ട സമയത്ത് എന്നാ പിന്നെ നമുക്ക് അതുപോലെ ഒന്ന് GTA 5 ഒന്ന് കൊണ്ടുവന്നാലോ? ഫ്രാങ്ക്ലിൻ്റെ ഒരു ഒരു പെയറായിട്ട് നമുക്ക് അതിനെ കൂടെ ഒന്ന് കൂടെ ആഡ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ഉം. ചിൻചാനെ നമ്മുടെ ലോസ് സാന്റോസ് അതായത് GTA 5 ലോസ് സാന്റോസിലേക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു. അതിന് ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു ആ ഒരു വീഡിയോക്ക് എനിക്ക് കിട്ടിയത്. ആ. എന്താ പറയുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ കയറിപ്പോയി. ഒരുപാട് കമൻറ്റും വന്നു. എല്ലാ വീഡിയോയിലും ഇനി ഷിൻചാനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ എന്നാ പിന്നെ എല്ലാ വീഡിയോയിലും ഷിൻചാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷിൻചാനെ ആഡ് ചെയ്ത് ഞാൻ കുറച്ച് വീഡിയോസ് അങ്ങ് ചെയ്തു. കുറച്ച് വീഡിയോസ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കമന്റ് വരുന്നു. പിഞ്ചാനെ കൂടെ കൊണ്ടുവരാം. അപ്പം ഞാൻ ആലോചിച്ചു ഇത് പിഞ്ചാൻ ആരാണിത്? എനിക്കറിയില്ല ആരാണെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ വീണ്ടും കേറി ചെന്ന് നോക്കിയപ്പോഴാണ് ഷിൻചാനെ പോലെ തന്നെ ഇരട്ട സഹോദരൻ എന്നുള്ള രീതിയിലാണ് പിഞ്ചാനും വരുന്നത്. ആ. ഓക്കെ. അപ്പൊ അതിന് കൊണ്ടുവന്നു. അടുത്ത് പിന്നെ വീണ്ടും കമന്റുകൾ വന്നു. ഡോറേമോൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓഗി അങ്ങനെയുള്ള കമന്റുകളെല്ലാം വന്നായിരുന്നു. അതെല്ലാം ഞാൻ ഈ ഒരു കമന്റ് നോക്കിയിട്ടൊക്കെയാണ് ഈ കമന്റ് ചെയ്യുന്നവരുടെ കമന്റ് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഓരോ ഇതും ഈ നമ്മുടെ വീഡിയോസിലേക്ക് ആഡ് ചെയ്ത് ഞാൻ കൊണ്ടുവരുന്നത്. അതെ. ഓക്കെ. അപ്പം അപ്പൊ ഈ വീഡിയോ ഉം. ചോദിച്ചോ. കൂടുതലും നമ്മളുടെ കമന്റ്സ് റിലേറ്റഡ് ആയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതെ, അതെ. ഞാൻ എല്ലാ കമന്റും നോക്കും. എന്റെ ചാനലിൽ വരുന്ന എല്ലാ കമന്റും, എല്ലാ വീഡിയോസിൽ വരുന്ന എല്ലാ കമന്റും ഞാൻ നോക്കി എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കും. ഇപ്പോഴും എന്റെ ചാനൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ നോക്കാത്തതായിട്ട് ഒരു കമന്റും ഇല്ല. ഞാൻ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് മൊത്തം കമന്റും ഞാൻ നോക്കിയിട്ട് എല്ലാത്തിനും റിപ്ലൈ കൊടുത്ത് വിടാറാ ചെയ്യാറ്. അപ്പോൾ കമന്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് എന്തോ അത് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. എല്ലാ കമന്റും നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. 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 അപ്പം ഇപ്പോ ഈ ഒരു 655K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആഹ്, ഒരു നിലയിൽ നിൽക്കുമ്പോൾ ലൈക്ക് നമ്മൾ 100K ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ വന്നേക്കുന്നത്. അപ്പൊ ഈ 100K ഒരു യൂട്യൂബിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. അപ്പോ ഈ 100K നമുക്ക് അച്ചീവ് ചെയ്തപ്പോൾ ഒരു ഉണ്ടായ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, പിന്നെ നമ്മള് ആ ഒരു പ്ലേ ബട്ടൺ എങ്ങനെയാണ് കളക്ട് ചെയ്തത്? അതിന്റെ ഒരു കഥ കേട്ടാ കൊള്ളാം. 100K അച്ചീവ്മെന്റ് ചെയ്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു എന്താ പറയുക സന്തോഷമുള്ള ഒരു കാര്യമാണത്. അത് അതെ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഹാപ്പിനെസ്സാ അത്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഹീറോ ട്രക്കിന്റെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോഴോ അല്ലെങ്കിൽ GTA 5ന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്തോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 100K വരെയൊക്കെ എത്തിപ്പെടുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു 600K വരെ എത്തിപ്പെടുമെന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്നായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു 10Kന്ന് പെട്ടെന്ന് 20K 30K 50K അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കേറി പോണ കണ്ടപ്പോ എന്താ പറയാ ഒരു സ്വപ്നമാണോന്ന് പോലും ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. അത്രയ്ക്ക് വണ്ടർ അടിച്ചാ ഞാൻ നിന്നേ. 100K എന്നുള്ള ആ ഒരു ഇതിലേക്ക് ആ ഒരു 100Kക്ക് വേണ്ടിയിട്ട് ഒരു സബ്സ്ക്രൈബ് കൂടെ കിട്ടിയാ മതി എന്നുള്ള ഒരു ഇതില് നിക്കുവല്ലോ. ഉം. ആ ഒരു ഇതില് നിക്കുന്ന സമയത്ത് വരെ ഞാൻ പറയാലോ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. പെട്ടെന്ന് ആ ഒരു 100K ഒക്കെ ആയ സമയത്ത് എന്താ പറയാ എനിക്കൊന്ന് ഏഹ് പുറത്തിറങ്ങി ഒന്ന് തുള്ളി ചാടാൻ വരെ തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാ. വെളിയിലിറങ്ങി ഒന്ന് അടിച്ച് പൊളിച്ച് ഒന്ന് തുള്ളി ചാടാൻ തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഹാപ്പിനെസ് ആയിരുന്നു. ആഹ് അങ്ങനെ അവിടന്ന് ഇവിടം വരെ എത്തി. പിന്നെ ഒരു പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു 100Kയുടെ ഒരു പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു എന്താ ഒരു നിധി കിട്ടുന്നത് പോലെ നമുക്കൊരു എന്താ ഒരു വലിയൊരു അവാർഡ് കിട്ടുന്നത് പോലെയാണ് അത് എനിക്ക് അത് കിട്ടിയിട്ടുള്ളത്. അത് കളക്ട് ചെയ്യാൻ പോയത് ഇപ്പൊ എനിക്ക് കൊറിയർ വഴി അവര് കൊണ്ട് തരിക ചെയ്തേ.
ഓ. ഈ ഇന്റർനാഷണൽ കൊറിയറോ എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു ഇത്. ഉം ഏഹ് ഹും. എനിക്കൊരു ഒരാഴ്ച എന്തോ ടൈം എടുത്തു അതിന് അപ്ലൈ ചെയ്തു. ഒരാഴ്ച എന്തോ ടൈം എടുത്തിട്ടൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വർക്കിലായിരുന്നു ഞാന്. ആ. പുറത്തായിരുന്നു. ഇവിടെ വീട്ടിലില്ലായിരുന്നു, പുറത്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഉച്ച എന്തോ 3 മണിയോ എന്തോ ആയപ്പോഴാണ് അവരെന്നെ വിളിച്ചത്. ഇതേപോലെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയാണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചിട്ട് വിളിച്ചായിരുന്നു. അപ്പോഴല്ലേ ഞാനവിടെ വർക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് നേരെ ഇങ്ങ് പോന്നു. ഏകദേശം അവിടുന്ന് ഇവിടം വരെ വരാൻ വേണ്ടിയിട്ട് ഒരു 10, 15 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു. ഉം. വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉം. അത്രയും സമയം വരെ അത്രയും ടൈം വരെ പുള്ളിക്കാരൻ ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. പുള്ളിക്കാരൻ എനിക്കിവിടെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നേരെ ഞാൻ വന്നു കളക്ട് ചെയ്തു. റോഡീന്ന് കളക്ട് ചെയ്തു. വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല. പുള്ളിക്കാരൻ റോഡിലാ നിന്നേ. ഉം. റോഡിൽ നിന്നിട്ട് കളക്ട് ചെയ്ത് ഞാൻ ആ സാധനം കയ്യിലേക്ക് മേടിച്ചപ്പം ഉണ്ടായ ആ ഒരു ഇത് ഞാൻ ചുറ്റും ഒന്ന് നോക്കി. ആരെങ്കിലുമൊക്കെ എന്നെ നോക്കുന്നുണ്ടോ? എന്റെ കയ്യിലേക്ക് ഇരിക്കുന്ന ഈ ബോക്സ് ആരെങ്കിലും നോക്കുന്നുണ്ടോന്ന്. അങ്ങനെ മേടിച്ചോണ്ട് വന്ന് ആദ്യമായിട്ട് അൺബോക്സ് ചെയ്ത ആ ഒരു സാധനം കയ്യിലേക്ക് എടുത്തപ്പം കിട്ടിയ ആ ഒരു ഫീലിങ്സ്. അതിന്റെ ഒരു ഇത് വീഡിയോ ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ. ഇൻസ്റ്റയിൽ അപ്ലോഡ്. ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. നമ്മുടെ ഒരു ഓർഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓർഗിലെ പുള്ളിക്കാരൻ അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഓഹോ. ഫസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്തെടുക്കുന്ന ഒരു റിയാക്ഷനൊക്കെ. ഓക്കെ, ഓക്കെ. ഏതാണ് ഓർഗ്? അത് ഞാനിപ്പോ കറന്റ്ലി ഇപ്പോൾ ഉള്ളത് ഡിജെ സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു ഇതിലാ ഉള്ളത്. ഉം പിന്നെ ഹും. നമ്മുടെ FFK വൈസിയിലും ഉണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ. ആൻഡ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിട്ടുണ്ടോ? ആൻഡ് ഹൗ യു ഓവർകം ഇറ്റ്? അത് ഉണ്ടായിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഈ GTA 5ന്റെ വീഡിയോസ് ഇടാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് ഈ ഒരു നെഗറ്റീവ് വന്നിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് വീഡിയോസൊക്കെ ഇട്ടെന്ന് കേറി ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കൂടുതൽ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോങ് വീഡിയോസും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഷോർട്ട് വീഡിയോസിലായിരുന്നു ആദ്യം കുറച്ച് നെഗറ്റീവൊക്കെ വന്നത്. അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. "നിനക്കെന്താടാ വേറെ പണിയൊന്നും ഇല്ലേ?" എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനതൊക്കെ മൈൻഡ് ചെയ്യാതെ ഞാനതങ്ങ് വിട്ടുപോയി. പിന്നെ കുറച്ച് ലോങ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കമന്റുകൾ വന്നു. ഇങ്ങനെ "കോപ്പി അടിച്ചിട്ടല്ലേ നീ വീഡിയോ ചെയ്യുന്നേന്ന്" ഇങ്ങനെ ചോദിച്ചിട്ട് ഉം ഉം. കമന്റ് ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഞാനിതെന്ത് കോപ്പി ഞാൻ സത്യം പറഞ്ഞാൽ ഈ GTA 5ന്റെ വീഡിയോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് വീഡിയോസ് അതുപോലെ തന്നെ ഹിന്ദി വീഡിയോസ് അതിൻ്റെയൊക്കെ ഇൻസ്പയർ ആയിട്ട് അതിൻ്റെ ഒരു സ്പിൻ ഓഫ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഉം ഉം ഉം. അപ്പോ പലർക്കും അത് നമ്മൾ എനിക്ക് തോന്നുന്നു GTA 5ന്റെ കണ്ടന്റ് വീഡിയോസ് ചെയ്യുന്ന മലയാളത്തിൽ ചെയ്യുന്ന പലരും ഇങ്ങനെ തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഉം. വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പക്ഷെ അത് മനസ്സിലാകാത്തവരാണ് ഇങ്ങനെ വന്നിട്ട് കോപ്പി അല്ലേ എന്ന് ചോദിച്ചിട്ട് കമന്റ് ചെയ്യുന്നത്. കാരണം അവര് മറ്റൊരു മലയാളം യൂട്യൂബറിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വരുമ്പോൾ അപ്പൊ അതും ഇതുമായിട്ട് ചെറിയ സാമ്യം തോന്നും. സാമ്യം തോന്നും. കറക്റ്റ് ഒരു ഇതായിരിക്കത്തില്ല. പക്ഷെ ചെറിയൊരു സാമ്യം തോന്നും. സ്റ്റോറിയിൽ ചെറിയൊരു സാമ്യം തോന്നും. പക്ഷെ അത് നമ്മള് വേറൊരു ഇംഗ്ലീഷ് ചാനലോ അല്ലെങ്കിൽ ഒരു ഹിന്ദി ചാനലിലോ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണെന്ന് ഇവർക്കറിയത്തില്ല. അതെ. കാണുന്നവർക്കറിയത്തില്ല. അങ്ങനെ കുറച്ച് നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ. അതൊക്കെ ജസ്റ്റ് അപ്പഴേ തന്നെ അങ്ങ് അതെ. സ്കിപ്പ് അടിച്ച് പോകും. സിനിമയിൽ വരെ കോപ്പിയടികള് സുലഭമായിട്ട് നടക്കുന്നു. അതെ. ഓക്കെ. അല്ല നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ മലയാളം വീഡിയോസ് ചെയ്യുന്ന GTA 5ന്റെ എന്നുള്ള വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. ഉം. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഒരു ടോക്ക് സെഷന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു യങ് ജനറേഷനോട് അല്ലെങ്കില് ഒരു വേണ്ട. ഈ ഒരു യങ് ജനറേഷനോട് ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു ജനറേഷനോട് പറയാനുള്ളേന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മാക്സിമം കിട്ടുന്ന അവസരങ്ങള് നിങ്ങള് ഉപയോഗപ്പെടുത്തുക. അതായത് ഇപ്പോ ഒരു യൂട്യൂബ് തുടങ്ങുകയാണെന്ന് വിചാരിച്ചാലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു സക്സസ് ആവണമെന്നില്ല. ഷോർട്ട് കട്ട്സ്. പെട്ടെന്നൊരു സക്സസ് ആവാതെ പെട്ടെന്നൊരു സക്സസ് ആവണമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫെയിലായി പോകും. പെട്ടെന്നൊന്നും ഇതാവാതെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങളൊരു സക്സസ്സിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക. അതിന് ഞാനൊരു ഉദാഹരണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എൻ്റെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര വർഷം മുമ്പ് തുടങ്ങിയ ചാനലാണെന്ന്. പക്ഷെ അതൊന്ന് സെറ്റായി വന്നത് ഇപ്പം ഈ അടുത്തൊരു 2, 3 വർഷത്തിന് ഇടയ്ക്കാണ് അതൊന്ന് അതെ. സെറ്റായിട്ട് എനിക്ക് വന്നത്. തോന്നണ് ഫസ്റ്റ് വീഡിയോ എങ്ങാണ്ടും 6 ഇയേഴ്സ് എഗോയോ 5 ഇയേഴ്സ് എഗോയോ എങ്ങാണ്ടാ കിടക്കുന്നെ.
അതെ, ഫസ്റ്റ് അതെ, വീഡിയോ. അതെ. അതിന് മുന്നത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോ ആ. എന്തായാലും അത്ര ഒരു ഇതറിയാലോ. ടൈം എടുക്കും. ടൈം ആ എടുക്കും. ഒരു ടൈം എടുക്കും. നമ്മള് ചെയ്യുന്നത് എന്താണോ അതില് നമ്മള് ഉറച്ചു നിക്കുക. അതില് നമുക്ക് വിശ്വാസം ഉണ്ടാവണം. നമ്മള് ചെയ്യുന്ന ആ ഒരു കാര്യത്തില് നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. അത് സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതവിടെ സക്സസ് ആവുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ അത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. യെസ്. ആ ഒരു രീതിയില് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആരെയും ഇതേപോലെ ഹേറ്റേഴ്സിനെയൊക്കെ ഉണ്ടാക്കാതെ മാന്യമായിട്ടുള്ള രീതിയില് നല്ല രീതിയില് കൊണ്ടുപോയി ഈ ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനറേഷനെ നല്ല രീതിയില് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ സെറ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയണം നമുക്ക്. അത്രേ ഉള്ളൂ. അതെ, അതെ, അതെ. ഓക്കെ. സോ അങ്ങനെ നമ്മളുടെ ഈ ഒരു ചായ് വിത്ത് ഗെയിമേഴ്സ് എന്നുള്ള ഈ ഒരു ടോക്ക് സെഷന്റെ എൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോ യെസ് നമുക്ക് കുറേ അധികം കാര്യങ്ങളും കുറേ അധികം മോട്ടിവേഷണൽ ടിപ്സും കാര്യങ്ങളൊക്കെ ബ്രോ തന്നു. ആൻഡ് ഒരു ഫൈനൽ കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇപ്പോ ഒരു അപ്കമിങ് യൂട്യൂബർ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബ്രോയ്ക്ക് എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ പോലെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങള് തന്നെയാ. അത് സംഭവം ഇത് തന്നെയാണ്. നമ്മള് യൂട്യൂബിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാള് ഒരിക്കലും പെട്ടെന്നൊരു സക്സസ് ആവണമെന്നില്ല യൂട്യൂബിലേക്ക് വരുമ്പോ. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്ലാറ്റ്ഫോമാ. ഇപ്പൊ ഇൻസ്റ്റ പോലെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെട്ടെന്ന് റീച്ച് ആവാൻ പറ്റും. ഒരു റീച്ച് ആവാൻ പറ്റും. റീലൊക്കെ ഇട്ട് കഴിഞ്ഞാല് 5, 6 കുറച്ച് റീലൊക്കെ ഇട്ട് പക്ഷേ ഫോളോവേഴ്സ് പെട്ടെന്ന് കേറണമെന്നില്ല. പക്ഷേ വ്യൂസ് പെട്ടെന്ന് കേറും. അതെ, പക്ഷേ അതേ സമയത്ത് യൂട്യൂബിൽ അങ്ങനെയല്ല. യൂട്യൂബില് സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ പെട്ടെന്ന് കേറിന്ന് വരും. അതെ. പക്ഷേ ആ ഒരു സബ്സ്ക്രൈബേഴ്സിനനുസരിച്ച് വ്യൂസ് നമുക്ക് പെട്ടെന്ന് കേറൂല. കേറൂല. ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് അതിനൊരു 1,000,000 വ്യൂ കേറിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ അതിന് ആ ഒരു 1,000,000 വ്യൂ കിട്ടണമെന്നില്ല. ആ ഒരു 1,000,000 വ്യൂ എന്ന് കിട്ടിയ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ, അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ ആ 1000 സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. അടുത്തിടുന്ന വീഡിയോ കാണണമെന്നില്ല. അതെ. അതാ യൂട്യൂബിന്റെ ഒരു ടെക്നിക്കൽ ഒരു വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മള് മാക്സിമം നമ്മുടെ എത്രത്തോളം നമുക്ക് അതിലേക്ക് പരിശ്രമിക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമം അതിനേക്കാളും മാക്സിമം പരിശ്രമിക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം പരിശ്രമിക്കുക. എങ്കിൽ മാത്രമേ യൂട്യൂബിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റത്തില്ല. മാക്സിമം ക്വാളിറ്റി കണ്ടന്റ് യൂട്യൂബിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിക്കാണ് അവിടെ മെയിൻ വരുന്നത്. ഒരു ഫോക്കസ് വരുന്നത്. അപ്പോൾ ക്വാളിറ്റി കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്ത് ഇടാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിടുന്ന കണ്ടന്റില് എന്തെങ്കിലും കാണുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നണം. അതായത് എന്തേലും ഒരു കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു ഇതൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാല് അവിടെ അത് ക്ലിക്കാകത്തില്ല. കാണുന്നവർക്ക് തോന്നണം, ഇതിന് വേണ്ടി ഒരു ലൈക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല കണ്ടന്റ്സ് ചെയ്ത് കഴിഞ്ഞാല് ഉറപ്പായിട്ടും കേറിപ്പോവാൻ പറ്റും യൂട്യൂബില്. യെസ്. അപ്പോ നമ്മള് അതോടുകൂടി നമ്മളുടെ ചായ് വിത്ത് ഗെയിമേഴ്സ് എന്നുള്ളൊരു ഈ ഒരു ഷോ ഇവിടെ ഈ ആഴ്ച വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോ അസീം ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് ആൻഡ് ടു ദ വ്യൂവേഴ്സ് ഔട്ട് ദെയർ നമ്മൾ അടുത്തൊരാഴ്ച അടുത്തൊരു ഗസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ദിസ് ഇസ് സി ജയൻ വിത്ത് എസ് ഗെയിമിംഗ് ടെക് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്.